ഹലോ. അപ്പോൾ ഇന്ന് നല്ലൊരു കുഴിമന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടൊരു കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അത് നമ്മളിവിടെ സ്കിൻ കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു പകുതി കോഴി എടുത്തിട്ടുണ്ട്. ഇതൊരു 4 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പെപ്പർ കോൺസ്, പിന്നെ നമ്മുടെ ഡ്രൈ ലെമൺ, പിന്നെ ഏലക്ക, പിന്നെ മാഗി ക്യൂബ്സ്. ഞാനിവിടെ ഒരു മാഗി ക്യൂബ്സ് ഇടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറെ സാൾട്ട് ആഡ് ചെയ്യുന്നില്ല. വേണം നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു ക്യാപ്സിക്കം ഫുൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കൈ പിടി നിറച്ച് മല്ലിയില കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഓഫ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്കിന്നുള്ള കോഴിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പിന് മേലെ ചേർത്താൽ മതിയായിരിക്കും സൺഫ്ലവർ ഓയിൽ. കാരണം ആ സ്കിന്നിൽ തന്നെ അത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ നിന്നും നിറയെ ഓയിൽ വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം സാൾട്ട് ചെക്ക് ചെയ്യുക. നമ്മുടെ മാഗി ക്യൂബ്സിൽ ഓൾറെഡി സാൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലിയില്ലേ, നമ്മുടെ മല്ലിപ്പൊടി പൊടിക്കുന്നതിന് മുമ്പുള്ള മുഴുവൻ മല്ലി, അതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഗരം മസാലയാണ് ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ അതിലെ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ പൊടിച്ചതാണ്, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നല്ല ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നല്ല ചൂടുള്ള പാനിലോട്ട് മാറ്റാം. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെച്ച ശേഷം നന്നായിട്ട് അത് ഹീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒരു സൈഡ് ഹീറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിത് ഹീറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസിൻ്റെ ഗോൾഡൻ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആവണം കേട്ടോ. നമ്മുടെ 2 സൈഡും ചിക്കൻ നന്നായി മൊരിഞ്ഞ് വരണം. അതിനുശേഷം മാത്രം നമ്മൾ അടച്ചു വെച്ചത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ ചിക്കൻ കണ്ടോ, ഒരു 10 മിനിറ്റൊക്കെ ഏകദേശം ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ആ സ്കിന്നൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതെല്ലാം മറിച്ചിട്ട് ശേഷം അപ്പുറത്തെ സൈഡും ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 20 മിനിറ്റിന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ 20 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും നമ്മുടെ റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്കതിന് വെള്ളം തിളപ്പിച്ചിട്ട്, ഇപ്പോൾ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കതിലോട്ട് ഏലക്ക, അതേപോലെ തന്നെ സ്പൈസസ് ആയിട്ടുള്ള നമുക്ക് പെപ്പർ, പിന്നെ 2 കറാമ്പൂ, പിന്നെ പട്ട, അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ ചിക്കനും കൂടി നോക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ ഒരു പകുതി മുക്കാൽ വേവൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ അതിലത്തെ വെള്ളം മുഴുവൻ വറ്റിച്ചിട്ട് ആ എണ്ണയിൽ അത് കിടന്ന് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ എല്ലാ സൈഡും. അതുപോലെ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിൽ അരി ഇടാം കേട്ടോ. നമ്മൾ റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതേപോലെ വിസിലെടുക്കാം. നമുക്ക് 2 വിസിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ഓരോരുത്തരുടെയും ടൈമിംഗ് വ്യത്യാസം വരും. അപ്പോൾ എനിക്കിവിടെ 2 വിസിലിനാണ് കറക്റ്റായിട്ടത് വെന്ത് കിട്ടുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈയിൽ കണ്ടോ, ഇതേപോലെ നമ്മുടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ വെള്ളം മുഴുവൻ വറ്റിയിട്ട് ആ ടൈമിൽ നമുക്ക് ഇതിന്ന് ഓയിൽ, ആ മസാലയൊക്കെയുള്ള ആ ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുള്ള ഓയിൽ നമുക്ക് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. കാരണം നമുക്ക് റൈസ് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ വേണം. അപ്പോൾ നമുക്ക് ആ തെളിഞ്ഞു വരുന്ന ആ ഓയിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റി വയ്ക്കാം.
ഇതിലിപ്പോൾ എനിക്ക് ഒരുപാട് ഓയിലുണ്ട് കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ സ്കിന്നുള്ള ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കാരണം അതിൽ നിന്ന് ഒരുപാട് എണ്ണ വരും കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മളൊരു പകുതി ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതിൽ തന്നെ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു, 2 വിസിൽ. നമ്മുടെ റൈസ് 2 വിസിൽ തന്നെ കുറച്ച് പക്ക വേവായിരുന്നു. പിന്നെ നമ്മൾ ആവി കളയാൻ നിൽക്കേണ്ട, അതിൽ തന്നെ ആ ഫുൾ ഇത് പോയ ശേഷം മാത്രം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടോ. കണ്ടോ, കറക്റ്റായിരുന്നു, വെള്ളമല്ല, പിന്നെ റൈസ് സ്റ്റിക്കി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ അതിൽ ദം ചെയ്യാനാണ് കേട്ടോ വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിൽ ഇത് റൈസ് ഫുള്ളായിട്ട് കൊള്ളില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് ദം ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ഞാൻ പറിച്ചുകൊണ്ട് വന്ന ഫ്രഷ് പച്ചമുളകാണ്, അത് നമുക്ക് നന്നായിട്ട് അതിൽ അങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ റൈസിൽ. അപ്പോൾ ഇതിന് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ റൈസിന്. ഈ പച്ചമുളക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ റൈസിന് കിട്ടുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഫ്രൈ ചെയ്ത ഓയിൽ, അത് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ ചിക്കൻ ഇട്ടിട്ട് മുകളിൽ റൈസ് അങ്ങനെയും ലെയർ ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ എനിക്ക് അങ്ങനെ ഒരുപാട് അത് വെന്ത് പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മുകളിലാണ് ആ ചിക്കൻ ലെയർ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ആ എസൻസൊക്കെ പിന്നെ ആ റൈസിലോട്ട് താഴോട്ടങ്ങ് ഇറങ്ങിക്കോളും, പിന്നെ ചിക്കൻ ആ ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതേപോലെ മുകളിലാണ് ചിക്കൻ നിരത്തിയിട്ടിട്ട് പിന്നെ ചാർക്കോൾ ഒഴിച്ചിട്ട് നിന്ന് സ്മോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 20 മിനിറ്റ് ഞാൻ അതേപടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തത് കേട്ടോ, ദം ചെയ്തെടുത്തത്. അപ്പോഴേക്കും നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ഒരു സോഫ്റ്റ് ബോയിൽഡ് ചെയ്തിട്ടുള്ള എഗ്സ് വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. നന്ദുവിന് വളരെ ഇഷ്ടമായതുകൊണ്ട് അവൾ ഈ പച്ചമുട്ടയും ഓയിലൊന്നും ഒരുപാട് ചേർക്കണ്ടെന്ന് വെച്ച് ഞാൻ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മഞ്ഞ മാറ്റിയിട്ട് വൈറ്റ് മാത്രം വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ എനിക്കിവിടെ അതിന് ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പ്രത്യേകിച്ച് ആ ഒരു യെല്ലോ ടെക്സ്ചർ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതിലെന്തൊക്കെ ചേർക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വിനാഗർ, പിന്നെ സൺഫ്ലവർ ഓയിൽ 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2-3 പെപ്പർകോൺസ്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമ്മളിതിൽ പാലാണ് ഒഴിക്കുന്നത്. ഞാൻ തിളപ്പിച്ചാറിയ ചെറിയ ചൂടുള്ള പാലാണ് ഇതിലൊഴിക്കുന്നത് കേട്ടോ. നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് പിന്നെ നമ്മളുടെ മറ്റേ മുട്ട ചേർത്തുള്ള മയോണൈസ് തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റില്ല രണ്ടും. ഇത് ഓയിലും റോയൽ അല്ലാതെ ഉണ്ടാക്കിയതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് രണ്ടിനും. അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്യണേ. അപ്പോഴേക്കും നമ്മുടെ സ്മോക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മുടെ മന്തി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ മുകളിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ആ റൈസും നമ്മൾ ആ മസാലയൊക്കെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മന്തി അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീട്ടിൽ. അതേപോലെ നിങ്ങൾ മയോണൈസും തന്നെ നിങ്ങളത് രണ്ടും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന പോലെ അത്രയും സോഫ്റ്റായിട്ടാണ് ചിക്കൻ വേവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചിക്കൻ ഇട്ടിട്ട് മുകളിൽ റൈസ് ഇട്ട് ദം ചെയ്യിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു മന്തി, ഹെൽത്തി ആയിട്ടുള്ളൊരു മന്തി കേട്ടോ.